ആടാ മക്കളെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചേ? മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കോയിലിനെ വെച്ചാൽ അവന് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ? അപ്പോൾ ആ ടോർക്ക് നമുക്ക് ഇക്വേഷനും കിട്ടി, NIAB sin തീറ്റ. ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് ആ ടോർക്ക് കറണ്ടിന് പ്രപ്പോർഷനിലാണ്. അപ്പോൾ ടോർക്ക് എന്താ ചെയ്യുക? തിരിക്കുക അല്ലേ? ടോർക്ക് തിരിക്കുകയല്ലേ ചെയ്യുക. അപ്പം തിരിഞ്ഞ ആംഗിൾ എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ നമുക്ക് എത്രയാണ് തിരിഞ്ഞെന്ന് കണ്ടുപിടിക്കാമല്ലോ. ആ ആംഗിൾ കണ്ടുപിടിച്ചാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം എന്താ? കറണ്ട് ആംഗിളുമായിട്ട് പ്രപ്പോർഷനിലാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ആദ്യം മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, MCG എന്ന് എഴുതിയാൽ പോരാ, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് ആദ്യം എഴുതി വയ്ക്കും സൈഡിനെ. എന്നിട്ട് ചോട്ടിൽ എഴുതുക മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് magnetic effect of electric current. It uses the fact that when a current carrying coil is placed in a magnetic field, it experiences a torque. Okay? ഇതാണ് സംഭവം. ഞാനിത് രണ്ട് ചിത്രമായിട്ട് വരയ്ക്കാം. ഓക്കെ? ഒന്നാമത്തെ ചിത്രം അത് മേലെ നിന്ന് എങ്ങനെ കാണുന്നു, രണ്ടാമത്തെ ചിത്രം അത് സൈഡിൽ നിന്ന് എങ്ങനെ കാണുന്നു. ഈ രണ്ട് ചിത്രങ്ങൾ വരയ്ക്കാം. ആദ്യം നമുക്ക് സൈഡിൽ നിന്ന് എങ്ങനെ കാണുന്നു മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. എന്തിനാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ ഉദ്ദേശം? എന്താ? കറണ്ടിന്റെ മെഷർമെന്റ് നടത്തുക. ഇതാണ് ഉദ്ദേശം. കറണ്ടിന്റെ മെഷർമെന്റ് നടത്തുക. ഇതിനെന്ത് വേണം? മാഗ്നറ്റിക് ഫീൽഡും വേണം, കറണ്ട് ക്യാരിയിങ് കോയിലും വേണം. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റ് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള മാഗ്നറ്റാണ്. ഓക്കെ, ഞാനതൊന്ന് വരയ്ക്കാം. ഇപ്പം എങ്ങനെയാണ് വരയ്ക്കാന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരു നമ്മൾ ഈ വീട്ടിലേക്ക് വെള്ളം പോകാൻ വേണ്ടി വെക്കുന്ന ഒരു പൈപ്പില്ലേ, PVC പൈപ്പിൻ്റെ പകുതി കഷ്ണം, അതുപോലത്തെ ഷേപ്പുള്ള മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. കണ്ടില്ലേ? ഇങ്ങനെയാണ് സംഭവം ഉണ്ടാവുക. ഇവിടെയാണ് നമ്മൾ, ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കോയിലിനെ വെക്കണം. മനസ്സിലായില്ലേ? കറണ്ട് ക്യാരിയിങ് കോയിലിനെ വെക്കണം ഇതിൻ്റെ ഇടയിൽ. ഇതാണ് കറണ്ട് ക്യാരിയിങ് കോയിൽ. ഇത് നിൽക്കുന്നതൊരു സ്പൈറൽ സ്പ്രിങ്ങിൻ്റെ മുകളിലാണ്. നിൽക്കുന്ന ഒരു സ്പൈറൽ സ്പ്രിങ്ങിൻ്റെ മേലെയാണ്. പിന്നെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു സർക്കുലർ സ്കെയിലാണ്. ഇങ്ങനെ ഒരു സ്കെയിൽ, ഇത് ഒരു പോയിന്റർ ഉണ്ടാവും. ആ പോയിന്റർ ഇങ്ങനെ ഒരു സ്കെയിലിൻ്റെ മേലെ തൊട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൂടെ കറണ്ട് കടന്ന് വരുന്ന സമയത്ത് ഇതെന്താ? നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഓഫ് മാഗ്നറ്റ് ആണ്. ഓക്കെ, ആ മാഗ്നറ്റ് എപ്പോഴും ഈ കോയിലിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. റേഡിയലിയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുക. കാര്യം എന്താ? സർക്കുലർ ഷേപ്പിലാണ് മാഗ്നറ്റ് ഉള്ളത്. ഒരു സെമി സർക്കിളിൻ്റെ രൂപത്തിലാണ് മാഗ്നറ്റ് ഉള്ളത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. സെമി സർക്കിളിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ റേഡിയൽ ആയിരിക്കും അല്ലേ? അപ്പോൾ റേഡിയലാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് റേഡിയലാണ്. അപ്പോൾ റേഡിയൽ ആയതുകൊണ്ട് എപ്പോഴും ഇത് കോയിലിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? തിരിയും. ആ തിരിയുമ്പോൾ ചോട്ടിലത്തെ സ്പ്രിങ് എന്ത് ചെയ്യും? ഞെരിയും അല്ലേ? താഴെ നിന്ന് കോയിൽ ഇങ്ങനെ തിരിയുമ്പോൾ സ്പ്രിങ് ഞെരിയും. ഈ സ്പ്രിങ് ഏതാണ്ട് എങ്ങനെ ഉണ്ടാവും വെച്ചാൽ നമ്മളെ കൊതുകൊക്കെ കടിക്കാതിരിക്കാൻ ഗുഡ് നൈറ്റ് സാധനമില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. സ്പൈറൽ സ്പ്രിങ് ആണ്. അത് ഞെരിയും. അപ്പോൾ ടൈറ്റ് ആവും അല്ലേ? നമ്മൾ തോർത്തൊക്കെ പിഴിയുമ്പോൾ വല്ലാണ്ട് തോർത്ത് പിഴിഞ്ഞാൽ പിന്നെ പിഴിയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഒരു റിസ്റ്റോറിങ് ടോർക്ക് ആ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ സ്പ്രിങ്ങിനെ ഇത് കോയിൽ തിരിയുന്ന സമയത്ത് സ്പ്രിങ് എന്താവും? ഞെരുകാൻ തുടങ്ങും, അല്ലെങ്കിൽ സ്പ്രിങ് കംപ്രസ്ഡ് ആവാൻ തുടങ്ങും. സ്പ്രിങ് കംപ്രസ്ഡ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്പ്രിങ്ങിൽ ഡിഫോർമേഷൻ വരുന്ന സമയത്ത് സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഒരു റിസ്റ്റോറിങ് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആ റിസ്റ്റോറിങ് ടോർക്ക്
ഈ കോയിലിൻ്റെ ഫർദർ റൊട്ടേഷനെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ഒരിക്കൽ അവിടെ പോയി നിൽക്കും. അപ്പോൾ ഈ സ്കെയിൽ ഇങ്ങനെ പോയി ഒരു സ്ഥലത്ത് നിൽക്കും. അപ്പോൾ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കറണ്ടിലേക്ക് എത്തുക. ഇതാണ് സംഭവിക്കുന്നത് ബേസിക്കലി. ഓക്കെ, ഞാനിനി അതിൻ്റെ ഇതിപ്പോൾ സൈഡ് വ്യൂ ആണ് നമ്മൾ വരച്ചത്. ഞാനതിന് എൻ്റെ എന്ത് വരയ്ക്കാം? ടോപ്പ് വ്യൂ വരയ്ക്കാം. ഓക്കെ, ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? മേലെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്നുണ്ടാവും അല്ലേ? ഇങ്ങനെ ഉണ്ടാവും. അതായത് ഇവിടുന്ന് ഇത് മേലെ കാണുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവുക. ഇവിടെയാണ് നമ്മളുടെ എന്തുള്ളത്? സ്പൈറൽ സ്പ്രിങ് ഉള്ളത്. ഓക്കെ, ആ സ്പൈറൽ സ്പ്രിങ്ങിൻ്റെ മേലെയാണ് എന്തുള്ളത്? നമ്മുടെ കോയിൽ ഉള്ളത്. കോയിലിനെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ? ഇതാണ് കോയിൽ. മേലെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ കാണുക കോയിലിനെ. അതിൻ്റെ മേലാണ് എന്തുള്ളത്? പോയിന്റർ ഉള്ളത്. ഇവിടെയാണ് ആരുള്ളത്? സർക്കുലർ സ്കെയിൽ ഉള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഈ ചിത്രം നിങ്ങൾ വരയ്ക്കണം. ഈ ചിത്രം വരച്ചതിന് ശേഷം ഞാൻ ഈ ചിത്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. കുറച്ച് എഴുതാൻ മാത്രം ഉണ്ടാവും. ഇത് N, S, ഇത് ABCD. ഓക്കെ, കോയിലാണ്. S സ്പൈറൽ സ്പ്രിങ് ആണ്. C സ്കെയിലാണ്. P പോയിന്ററാണ്. പോയിന്ററാണ്, സ്കെയിൽ വരെ നീണ്ടോട്ടെ. ഓക്കെ, അപ്പോൾ എഴുതി വെച്ചോളൂ. Moving coil galvanometer is used to measure the current. It uses the principle that a current carrying coil placed in a uniform magnetic field experiences a torque, and that torque is proportional to the current passing through the coil. അടുത്തത് ചോട്ടിലേതാ? N and S are the poles of a cylindrical magnet. ABCD is the current carrying coil mounted over a spiral spring. C already ഇവിടെ കൊടുത്ത സ്ഥിതിക്കാണെങ്കിൽ EF എന്നായിക്കോട്ടെ. EF is a circular scale used to measure the angle through which the coil is rotated. P is the pointer which is fixed at the top of the coil. Okay. So when current flow through the coil experiences a torque. Tau is equal to NIAB sin theta, where theta is the angle between coil and magnetic field. Here the magnetic field is radial, so it is always perpendicular to the perpendicular to the coil. So it is always perpendicular to the coil. Therefore, torque equal to NIAB. This means a constant torque is experienced by the coil. Okay, അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് ഒരു കോൺസ്റ്റന്റ് ആണ് എന്നാണ് ഇതിനർത്ഥം. ഇനി അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ടോർക്ക് കാരണം കോയിൽ റൊട്ടേറ്റ് ചെയ്യും. സോ ഡ്യൂ ടു ദിസ് ടോർക്ക് the coil rotates. അപ്പോൾ rotating torque, toe rotating is equal to NI
AB. When coil rotates, when coil rotates, the spring gets deformed. Due to deformation of the spring, a restoring torque is developed in the spring. That restoring torque is directly proportional to angle of rotation of the coil. എന്നുവെച്ചാൽ കറക്കം കൂടുന്നതിനനുസരിച്ച് റിസ്റ്റോറിംഗ് ടോർക്കും കൂടി വരും. Okay? See, the restoring torque is given by C theta, where C is known as couple per unit twist, which means the torque developed for unit angle of rotation. Which means the torque developed for unit angle of rotation. Correct ആണ്. തീറ്റ 1 ആവുമ്പോൾ ടോർക്ക് ആണ് C. ജസ്റ്റ് ലൈക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇല്ലേ, അതുപോലെയാണ് സ്പ്രിംഗിലെ റിസ്റ്റോറിംഗുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റന്റ് ആണ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ കോയിൽ ഇവനിങ്ങനെ കോയിലെ കറണ്ട് കാരണം ഇവനിങ്ങനെ തിരിയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? സ്പ്രിങ്ങിനുള്ളിലുള്ള റിസ്റ്റോറിംഗ് ടോർക്ക് കൂടി വരും. വൈ? തിരിയുന്നതിനനുസരിച്ച് തീറ്റ കൂടും. ഇപ്പം ഞാനും ഒരാളും കൂടി തല്ലുകൂടിയാണ് വിചാരിക്കുക. ഓക്കെ, ഞാനാണ് ഇപ്പം ശക്തി കൂടിയ ആൾ. പക്ഷേ ഈ എൻ്റെ കൂടി തല്ലുകൂടുന്നൊരു തന്നെ ഒരു പ്രത്യേകതയുണ്ട്. തല്ലുകൂടുന്നതിനനുസരിച്ച് അവൻ്റെ ശക്തി കൂടി വരുമെന്ന് വിചാരിക്കുക. സപ്പോസ് വെറുതെ വിചാരിക്കുക, കൂടി വരുന്നതിനനുസരിച്ച് അവൻ്റെ ശക്തി കൂടി വരുമെങ്കിൽ എപ്പോഴോ ഒരിക്കലും എന്താ സംഭവിക്കുക? അയാളെ ശക്തി എൻ്റെ ശക്തി ഈക്വൽ ആവും. തുടക്കത്തിൽ എൻ്റെ ശക്തിയാണ് കൂടുതൽ, അതുകൊണ്ട് ഞാനാണ് നല്ലോണം തല്ലുകൂടുന്നത്. കൂടുതൽ തല്ല് കിട്ടുന്നതിനനുസരിച്ച് അവൻ്റെ ശക്തി കൂടി വരും എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ അവനെ തല്ലുന്നതിനനുസരിച്ച് അവൻ്റെ ശക്തി കൂടി വന്ന് എപ്പോഴും ഒരിക്കൽ ഞാനും ഓനും ഒരേ ശക്തിയുള്ള ആളാവും. പിന്നെ ആർക്കും ജയിക്കാൻ പറ്റൂല അല്ലേ? മത്സരം ടൈ ആയി തന്നെ നടക്കും, മത്സരം ഇക്വിലിബ്രിയത്തിലായി പോകും. അതേപോലെ തുടക്കത്തിൽ റൊട്ടേറ്റിംഗ് ടോർക്ക് കൂടുതലാണ്, എന്നിട്ട് അതെന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ റിസ്റ്റോറിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. റൊട്ടേഷൻ കൂടുന്നതിനനുസരിച്ച് റിസ്റ്റോറിംഗ് ടോർക്കും കൂടി വരും. അപ്പോൾ എപ്പോഴും ഒരിക്കൽ എന്ത് സംഭവിക്കും? റൊട്ടേറ്റ് ചെയ്യുന്ന ടോർക്കും റിസ്റ്റോർ ചെയ്യുന്ന ടോർക്കും ഈക്വൽ ആവും. കാര്യം മറ്റേ കൂടി വന്നു, അവിടെ അത് ഇക്വിലിബ്രിയത്തിലാവും. അപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ എന്താ സംഭവിക്കുക? ഈ സാധനം ഇങ്ങനെ തിരിഞ്ഞ് ഈ കോയിൽ ഇങ്ങനെ തിരിയുന്നതിനനുസരിച്ച് പോയിന്റർ ഇങ്ങനെ മാറൂലേ? പോയിന്റർ ഇങ്ങനെ മാറി ഒരു സ്ഥലത്ത് പോയി നിൽക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ ആ ആംഗിൾ കണക്കാക്കാൻ പറ്റും. സോ എഴുതി വെച്ചോളൂ. വെൻ ആംഗിൾ ഇൻക്രീസസ്, restoring torque also increases. When restoring torque become equal to rotating torque, the system is in equilibrium. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ എഴുതാം അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ എന്താ സംഭവിക്കുക? NIAB ഈക്വൽ ടു എന്താവും? C തീറ്റ എന്നാവും. ഉത്തരായി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. I ഈക്വൽ ടു C/NBA ഇൻറ്റു തീറ്റ. ഓക്കെ, എന്താ C? സ്പ്രിങ്ങിൻ്റെ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. സ്പ്രിങ്ങിൻ്റെ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് നമുക്ക് കോൺസ്റ്റന്റ് ആണ്. വൈ? സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്പ്രിങ് പോലെ ഇരിക്കും. നമ്പർ ഓഫ് ടേൺസ് കോൺസ്റ്റന്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കോൺസ്റ്റന്റ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കൊടുത്തത്, അതൊരു കോൺസ്റ്റന്റ് ആണ്. ഏരിയ ഓഫ് ദ കോയിൽ അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തൊരു കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ആ കോൺസ്റ്റന്റിന്റെ പേരാണ് galvanometer constant. So I equal to what? K theta, where K is the galvanometer constant. So we can say I directly proportional to theta. I directly proportional to theta. So knowing the value of theta, we can measure I, because K is a constant for a particular galvanometer. Knowing the value of theta, we can measure I, because K is a constant for a particular galvanometer. Okay. And there are some limitations
of this particular galvanometer. Galvanometer ചില limitations ഉണ്ട്. അത് എഴുതി വെച്ചോളൂ. ഒന്ന്, it can be used to measure only small value of current because it is a highly sensitive device. വളരെ ചെറിയ കറണ്ടേ ഇതിന് കൊടുക്കാൻ പറ്റുള്ളൂ. വലിയ കറണ്ട് കൊടുത്താൽ പിരിഞ്ഞ് കറങ്ങിപ്പോകും. സ്പ്രിങ്ങിന് അത്രയല്ലേ ശക്തി ഉണ്ടാവുള്ളൂ. നേരത്തെ സ്പ്രിങ് ആണ്, അതിൻ്റെ ഇലാസ്റ്റിസിറ്റിൻ്റെ പുറത്ത് കിടന്നു പോകും. അതുകൊണ്ട് ചെറിയ കറണ്ടേ അളക്കാൻ പറ്റുള്ളൂ. അതതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ശരി, പിന്നെ രണ്ടാമത്തെ ലിമിറ്റേഷനായിട്ട് എഴുതാം, its resistance is high, so we cannot consider it as a good device to measure current. കറണ്ട് അളക്കുന്ന ഡിവൈസിന്റെ റെസിസ്റ്റൻസ് ഏറ്റവും ചെറുതായിരിക്കണം എന്ന് പറയാം. അപ്പം ഇതിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അത് നല്ല ഒരു കറണ്ട് മെഷറിംഗ് ഡിവൈസ് അല്ല. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എഴുതി വെച്ചോളൂ, കറണ്ട് സെൻസിറ്റിവിറ്റി. രണ്ട് കാര്യങ്ങളാണ്, അതും കൂടി എഴുതിയിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. കറണ്ട് സെൻസിറ്റിവിറ്റി. കറണ്ട് സെൻസിറ്റിവിറ്റി തീറ്റ ബൈ ഐ ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി. അപ്പൊ തീറ്റ ബൈ ഐ എന്താ? NBA ബൈ സി. കറണ്ട് സെൻസിറ്റിവിറ്റി തീറ്റ ബൈ ഐ ഈക്വൽ ടു NBA ബൈ സി. കറണ്ട് സെൻസിറ്റിവിറ്റി give us an indication how sensitive the galvanometer is towards current. കറണ്ടിനോട് എത്ര ഗുഡ് സെൻസിറ്റീവ് ആണ് ഇത് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ തരും. കറണ്ട് ലാർജർ ദ കറണ്ട് സെൻസിറ്റിവിറ്റി, it is better galvanometer. നല്ല കറണ്ട് സെൻസിറ്റിവിറ്റി ഉള്ളതാണ് നല്ല ഗാൽവനോമീറ്റർ. എന്താ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടാന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? തീറ്റ ബൈ ഐ കൂടുക എന്ന് പറഞ്ഞാൽ ചെറിയ ഐക്ക് പോലും വലിയ തീറ്റ കാണിക്കുക എന്ന് വെച്ചാൽ വളരെ ചെറിയ കറണ്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല മെഷർമെന്റ് കാണിക്കുക, വലിയ ആംഗിൾ കാണിക്കുക, സോ ദാറ്റ് ഈസി ടു മെഷർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി തീറ്റ ബൈ വി ആണ്. അതെന്താ? തീറ്റ ബൈ ഐ ആർ. തീറ്റ ബൈ ഐ എന്താ? NBA ബൈ സി ബൈ ആർ. ഇതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഇനി ഹൗ ക്യാൻ യു എടുത്തെഴുതിക്കോളൂ, ഹൗ ക്യാൻ യു ഇൻക്രീസ്, ക്വസ്റ്റൻ ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഹൗ ക്യാൻ യു ഇൻക്രീസ് കറണ്ട് സെൻസിറ്റിവിറ്റി? കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും കൂടുന്നതാണ് നല്ലത്. ഹൗ ക്യാൻ യു ഇൻക്രീസ് കറണ്ട് സെൻസിറ്റിവിറ്റി? എഴുതിക്കോളൂ. ഒന്ന്, ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ്. രണ്ട്, ബൈ ഇൻക്രീസിങ് ദ മാഗ്നറ്റിക് ഫീൽഡ്. കാര്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. മൂന്ന്, ബൈ ഇൻക്രീസിങ് ദ ഏരിയ. നാല്, ബൈ ഡിക്രീസിങ് സി, കപ്പ് പെർ യൂണിറ്റ് ട്വിസ്റ്റ്. അടുത്ത ക്വസ്റ്റൻ ആയിട്ട് എഴുതിക്കോളൂ, how can you increase the voltage sensitivity of a galvanometer? ഒന്ന്, by increasing the area. രണ്ട്, by increasing the magnetic field. മൂന്ന്, by decreasing C. അപ്പൊ നിങ്ങൾ സാറെന്താ എന്നിന്റെ കാര്യം പറയാത്തത്? N/R ഒരു കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താ അറിയോ, നമ്മൾ പഠിച്ചു ഓർമ്മയുണ്ടോ? R ഈക്വൽ ടു റോ L ബൈ എ എന്ന് പഠിച്ചിട്ടില്ലേ അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂട്ടണമെങ്കിൽ എന്ത് വേണം? വയറിന്റെ നീളം കൂട്ടണം അല്ലേ? വയറിന്റെ നീളം കൂട്ടിയാൽ സ്വാഭാവികമായിട്ട് എന്തും കൂടും? ആറും കൂടും. അപ്പോൾ 6 കൂടിയാൽ N/R ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ എഴുതി വെച്ചോളൂ, സ്പെഷ്യൽ നോട്ട്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ നമ്പർ ഓഫ് ടേൺസ് because N/R is a constant. When we increase the number of turns of the coil, resistance of the coil also increases.
So n by r is a constant. Okay, that's it. Thank you. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രൂപം എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറയാം. റൈറ്റ്? ഉഷാറായി പഠിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. അതിങ്ങനെ നോട്ട് എഴുതിയെടുത്താൽ മാത്രം പോരാ, ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, പഠിക്കണം. നിങ്ങളുടെ NCERT പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം, സംശയമുള്ളതൊക്കെ മാർക്ക് ചെയ്യണം, എന്നിട്ട് നമ്മളോട് ചോദിക്കണം. ഉഷാറാകണം, മിടുക്കന്മാരാകണം. റെഡി? ഓൾ ദ ബെസ്റ്റ്.